നിരോധിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ എന്താണ്, വീണ്ടും തനിയാവർത്തനങ്ങളായിട്ട് ദുരന്തങ്ങൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ തൃശ്ശൂര് മുണ്ടത്തിക്കോട് പാടത്ത് നടന്നിരിക്കുന്നത് എന്താ, വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തല്ല അപകടം ഉണ്ടായത്, അത് ഉണ്ടാക്കുന്ന നിർമ്മാണശാലയോടനുബന്ധിച്ചാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അപ്പം ഈ ഒരു സന്ദർഭം ഇതിപ്പോ കേരളത്തിൽ ഒരു തവണയല്ല ഈ ദുരന്തം എന്ന് പറയുന്നത്, പല തവണകളായി. അപ്പൊ ഇതിന് 2016 പറവൂരില് പുറ്റിങ്ങലില് നടന്നിട്ടുള്ള അപകടം എന്ന് പറയുന്നത് ഏറ്റവും കേരള മനസാക്ഷിയെ തന്നെ നടക്കുന്ന ഏറ്റവും വലിയ ദുരന്തമായിരുന്നു. ഏകദേശം 111 പേര് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നിരവധി പേർക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു സന്ദർഭത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, വെടിക്കെട്ട് നടക്കുന്നത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്ഷേത്രവുമായി സംബന്ധിച്ച് ഒരു ആചാരമല്ല. ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട് വെടിക്കെട്ടിന് അതിന് മാത്രം വലിയ കണക്ഷൻസ് ഒന്നുമില്ല. ഈ വെടിക്കെട്ട് എന്ന് പറയുന്നത് അതിൽ വരുന്ന ആളുകളെ എന്റർടൈൻ ചെയ്യുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണ്, അതൊരു ആഘോഷമാണ്. അതെ, അത് നമ്മള് ചെറുപ്പം മുതൽ അത് ഇതിന്റെ ഒരു ഇന്നവിറ്റബിൾ പാർട്ടാണെന്ന് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ അത് നമ്മൾ കാണുന്നു. അതൊരു ഭയങ്കര ഒരു സെലിബ്രേഷൻ ആവുന്നു. അത് അറ്റ് ദ സെയിം ടൈം അതൊരു എന്താ പറയുക, ഒരു മത്സരമാവുന്നു. രണ്ട് ചേരികൾ തമ്മിലുള്ള ശക്തി തെളിയിക്കുന്നതിനുള്ള ഒരു ഇടമാവുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഒരു പള്ളിയിലോ അമ്പലത്തിലോ ഇത് നടത്തുകയാണെങ്കിൽ അവരെത്രമാത്രം വെൽത്തിയാണ്, അല്ലെങ്കിൽ എത്രമാത്രം അവരുടെ കയ്യിലൊരു എന്താ പറയാ, ഇത്തരം കാര്യങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ആ സെലിബ്രേഷൻ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് പലപ്പോഴും ഈ ഒരു വെടിക്കെട്ടൊക്കെ ഒരു ചര്യയുടെ ഭാഗമാവുന്നു. അല്ലാതെ ബേസിക് ആയിട്ട് ഇതിന് ക്ഷേത്ര ആചാരങ്ങളുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മതവിശ്വാസങ്ങളുമായിട്ടോ ഒരു ബന്ധമുള്ളൊരു കാര്യമില്ല. എന്നിട്ടും നിരന്തരം ഇത്തരത്തിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള സേഫ്റ്റി കൺസേൺസ് വേണ്ട ഒരു സ്പേസ് ആണ്. ഇപ്പൊ നമുക്ക് ഈ മുണ്ടത്തിക്കോട് നോക്കാനാണെങ്കിലും അവര് അനധികൃതമായിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല, അനധികൃതമായിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിച്ചിട്ടില്ല. അതേപോലെ എല്ലാ നിയമവശങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുക. പക്ഷെ ഇതിനൊക്കെ അപ്പുറം നമുക്കൊന്നും അറിയില്ലാത്ത പല ഫാക്ടേഴ്സും ഈ എന്താ പറയാ, ഈ കരിമരുന്നുകളും ഒക്കെ ബന്ധപ്പെട്ട് ഇപ്പൊ ചൂട് കൊണ്ടായിരിക്കും ഒരു പക്ഷെ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം, അതെ, ഇത്രയധികം സുരക്ഷാ മാനദണ്ഡങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ട് പോലും ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് വളരെ വിനാശകരമായ ഒന്ന് തന്നെയാണ്. അപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കേരളത്തില് കോവിഡ് വന്ന സമയത്ത് ക്ഷേത്ര ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇത് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെല്ലാം നിർത്തിവെക്കാൻ കഴിഞ്ഞ ഒരു ജനതയാണ് നമ്മൾ. അപ്പൊ അത്തരത്തിലുള്ള നമുക്ക് എന്തുകൊണ്ട് ഇത് നിർത്തലാക്കിയാലും നമുക്ക് ആഘോഷങ്ങളുടെ രീതിയിൽ കണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം എല്ലാത്തിനേക്കാളും വലുത് മനുഷ്യജീവനുകൾ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിൽ നിന്നും. അപ്പം ഈ ഒരു സന്ദർഭത്തിൽ നിന്നോട് ഇപ്പൊ ഇത് മാത്രമല്ല, നമുക്ക് ഒന്നേ കണക്ക് കൂട്ടാം, ഈ ആനകളെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത്. അത് ഭയങ്കര കോമൺ ആണ്, ആനകളെ എഴുന്നള്ളിച്ചു കൊണ്ടുവരിക. അത് ആനകളോട് മാത്രമുള്ള ക്രൂരതയായിട്ടല്ല നമ്മൾ അതിനെ കണക്കാക്കുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ഒരു കാട്ടിൽ ജീവിക്കുന്ന അത് എന്തായാലും വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടാവും, ഇതിന് ആളുകൾക്ക് അത് ഇഷ്ടപ്പെടില്ല. പക്ഷെ എന്നാലും പറയാം, കാട്ടിൽ ജീവിക്കുന്ന അവരുടെ ആ സ്വത്വം നിലനിർത്തുന്ന ഒരു സാധനത്തിന് നമ്മൾ ഇവിടെ ഒരു ജീവി ഇവിടെ കൊണ്ടുവന്ന് അതിന്റെ ഒരു പരിതസ്ഥിതികളിലും അല്ലാതെ തന്നെ ജീവിക്കാൻ വിട്ട് ഉപദ്രവിച്ചും തല്ലിയോ ഒക്കെ നമ്മുടെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക. നമ്മളെപ്പോഴും പറയുന്നേക്കാം ആനയ്ക്ക് ഭയങ്കര സ്നേഹമാണോ, മെമ്മറിയാണോ അത് ആസ്വദിക്കുന്നത്, ഏത് ആനയാണ് അത് ആസ്വദിക്കുന്നത് നമുക്ക് പറയാമല്ലോ. ഒരിക്കലും ഒരു മനുഷ്യനും അത്തരത്തിലുള്ള സാധനം മനുഷ്യർക്ക് പോലും താങ്ങാൻ പറ്റുന്ന സാധനമാണ്. അപ്പൊ ആനകൾക്ക് താങ്ങാൻ പറ്റില്ല. ആനകൾക്ക് മാത്രമല്ല, ഈ ആനകളെ കൊണ്ടുവരുന്നത് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഏത് നേരത്താണ് ഇവയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യരെ പോലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ലാത്തൊരു സമയത്ത് അവർക്കുണ്ടാവുന്ന മതപ്പാടുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രൊവോക്കേഷൻ, ഒരു ജനങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു പ്രൊവോക്കേഷൻ കൊണ്ടോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള ശബ്ദത്തിന്റെ ഒരു പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ചൂട് കൊണ്ടോ, ഇതുകൊണ്ടൊക്കെ ഈ ആനയെ തുടങ്ങിയ സാധനങ്ങളെല്ലാം വയലന്റ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതേ തുടർന്നുള്ള മരണങ്ങൾ നമ്മൾ നിരന്തരം കാണുന്നതാണ്. ഒരിക്കലും ക്ഷേത്ര ആചാരങ്ങളുടെ അല്ലെങ്കിൽ മതാചാരങ്ങളുടെ ഒന്നും പാർട്ടല്ലാതിരുന്നിട്ടും ആനയും വെടിക്കെട്ടും ഒക്കെ ഒരു കെട്ടുകാഴ്ചയുടെ ഭാഗമായിട്ട് മാത്രം ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും ആളുകളുടെ ജീവിതത്തിന് അത് അല്ലെങ്കിൽ വളരെ മോശകരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മള് കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കാനാണെങ്കിൽ വെടിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങൾ ഇന്നോ ഇന്നലെയോ പൊട്ടിമുളച്ചതല്ല. ഏകദേശം 1952 തൊട്ട് ശബരിമലയിലെ തൊട്ട് ഇങ്ങനെ ഒരുപാട് നിരവധി ജീവനുകളാണ് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പൊലിഞ്ഞു പോയിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിരോധിക്കുക തന്നെ. ഇനിയിപ്പോ എത്ര കാരണങ്ങൾ, എത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇതിന്റെ പുറത്ത് നമ്മൾ സ്വീകരിച്ചാലും
ഇത് ആചാരമല്ല, ആഘോഷമാണ്, മനുഷ്യന് സന്തോഷം നൽകുന്നതാണെന്ന് തീരുമാനിച്ചുകൊണ്ട് അതിന് വേറെ ഒരുപാട് നിരവധി മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം. പക്ഷെ മനുഷ്യന്റെ മനുഷ്യന്റെ ജീവന് വിപത്താവുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നിരോധിക്കുക തന്നെ വേണം. ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ കരിയും വേണ്ട, കരിമരുന്നും വേണ്ട എന്നൊരു വാചകമുണ്ട്. അത്തരത്തിൽ നമുക്ക് സന്തോഷിക്കാനായിട്ടുള്ള നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നിരവധി കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിനിടയിൽ ഈ ഒരു വെടിമരുന്നിന്റെ ഉപയോഗം ഇനിയെങ്കിലും ഇത്തരത്തിൽ നമ്മൾ ഇത് മനസ്സിലാക്കി ഇത് നിർത്തലാക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെ പൊതുജനമായിട്ട് എല്ലാവരുമായിട്ട് നോക്കുവാണെങ്കിൽ അഭിപ്രായം ഇത് തന്നെയാണ്. അതെ. അപ്പം ഈ ഒരു കാര്യത്തിൽ അപ്പൊ പലപ്പോഴും ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ ഇപ്പം അടുത്ത് നമുക്ക് തൃശ്ശൂർ പൂരം വരാൻ പോകണം, അപ്പൊ അത് പോകാം അല്ലെങ്കിൽ നിർത്തിവെക്കാം എന്നൊരു ധാരണയിലേക്ക് ആളുകൾ എത്തുന്നു. അപ്പൊ താൽക്കാലിക ധാരണകൾ മാത്രമാണ്, അല്ലെങ്കിൽ അത് ഒരു വർഷത്തേക്ക് നിർത്തലാക്കാം, അങ്ങനത്തെ ഒരു കാര്യമാണ്. പക്ഷെ അത് അങ്ങനെ അല്ലാതെ അത് പൂർണ്ണമായി നിർത്തലാക്കുക. ഇതിന് പകരം എന്തെങ്കിലും ഇവർക്ക് ഈ പറയുന്ന ആഘോഷങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് വേകൾ കാണുക, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. നിർത്തലാക്കിയ ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ പുറ്റിങ്ങിൽ തന്നെ അവര് പിന്നെ അതിനുശേഷം തുടർന്നിട്ടില്ല. എടത്തുവ പള്ളിയിലെ ഏറ്റവും വലിയ പെരുന്നാളാണ് നടക്കുന്നത്. പക്ഷെ അവിടെ അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലെ വെടിക്കെട്ടുകളോ ഒന്നും തന്നെ അവർ നടത്തുന്നില്ല. അപ്പം അങ്ങനെ നടത്താതെ അത് ആഘോഷിക്കാൻ പറ്റുന്ന ക്ഷേത്രങ്ങളും പള്ളികളും എല്ലാം തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഇപ്പൊ ഈ വരുന്ന തൃശ്ശൂർ പൂരത്തിനാണെങ്കിലും രണ്ട് വിഭാഗക്കാരും അവർക്ക് രണ്ടുപേർക്കും അതിലൂടെ ഒരു അതൃപ്തിയാണ്. ഇപ്പം ഇത് നടത്തണോ വേണ്ടയോ എന്നുള്ളൊരു അവർക്ക് മാനസികമായ ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന പക്ഷത്തില് ഇതോടുകൂടി ഒരു പക്ഷെ നിർത്തലാക്കുന്നത് തന്നെയാണ് നല്ലത്. എല്ലാ സേഫ്റ്റി മാനദണ്ഡങ്ങൾ പാലിച്ചാലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വസ്തു അല്ലല്ലോ ഒരു സ്ഫോടക വസ്തു പോലെയുള്ള അല്ലെങ്കിൽ കരിമരുന്ന് പോലെയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പം അത് നിർത്തലാക്കുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും മികച്ചൊരു തീരുമാനം എന്നതാണ് പറയാനുള്ളത്.